2018 പ്രളയത്തിൽ തകർന്ന പഴയ മൂന്നാർ ഹൈറേഞ്ച് ക്ലബിന് സമീപത്തെ ആട്ടുപാലം ഇനിയും യാഥാർത്ഥ്യമായില്ല. പഴയ മൂന്നാറിൽ മുതിരപ്പുഴയ്ക്ക് കുറുകെയായിരുന്നു തകർന്ന ഈ പാലം സ്ഥിതി ചെയ്തിരുന്നത്. പാലമില്ലാതായതോടെ ഇതുവഴി യാത്ര ചെയ്യുന്നവർ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഏറെ ദൂരം അധികം ചുറ്റി സഞ്ചരിച്ച അക്കരെ ഇക്കരെ എത്തേണ്ടുന്ന അവസ്ഥയാണുള്ളത്. 2018 പ്രളയത്തിൽ മുതിരപ്പുഴയാറ്റിലുണ്ടായ ശക്തമായ വെള്ളപ്പാച്ചിലിലായിരുന്നു പഴയ മൂന്നാറിൽ ഹൈറേഞ്ച് ക്ലബിന് സമീപത്തെ ആട്ടുപാലം ഒഴുകിപ്പോയത്. പ്രളയാനന്തരം വർഷങ്ങൾ പലത് പിന്നിട്ടിട്ടും തകർന്ന പാലത്തിന് പകരം പുതിയ പാലം നിർമ്മിക്കുന്ന നടപടി എങ്ങുമെത്താതെ അനന്തമായി നീളുകയാണ്. ചൊക്കനാട് പഴയ മൂന്നാർ മേഖലകളിലെ ആളുകളായിരുന്നു പ്രധാനമായും തകർന്ന പാലത്തെ ആശ്രയിച്ചു വന്നിരുന്നത്. പാലമില്ലാതായതോടെ ഇതുവഴി യാത്ര ചെയ്തിരുന്നവർ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഏറെ ദൂരം അധികം ചുറ്റി സഞ്ചരിച്ച് അക്കരെ ഇക്കരെ എത്തേണ്ടുന്ന അവസ്ഥയിലാണുള്ളത്. ഈ ഏരിയയിലിരിക്കുന്ന നാട്ടുകാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു ഓട്ടോ ക്ലബിലിരുന്ന് ഒരു ഓട്ടോ പിടിച്ച് വരണമെങ്കിലും 1 കിലോമീറ്റർ ഇങ്ങോട്ട് വന്ന് ഈ മെയിൻ റോഡിൽ വന്ന് അവർ അങ്ങോട്ട് പോകണമായിരുന്നു. ഒരു ഓട്ടോക്കാരനോട് ചോദിച്ചാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ രാത്രിയിലും പകലിലും പോകാൻ 150 രൂപ ഓട്ടോ കൂലി ചോദിക്കുന്നുണ്ട്. 150-200 രൂപ. രാത്രി പോകണമെങ്കിൽ 200 രൂപ കൊടുക്കണം ഒരു ഓട്ടോ കൂലി. പിന്നെ രാവിലെ ഈ എസ്റ്റേറ്റ് പണിക്ക് പോകുന്നവർക്ക് അവർ രാവിലെ അവിടെ നിന്ന് നടന്ന് വന്നിട്ട് ഇപ്പുറത്ത് അവരുടെ കാട് ഉണ്ടായിരുന്നു. എസ്റ്റേറ്റിലെ ജോലി ചെയ്യുന്നവർ ഈ ഇപ്പുറത്തുള്ള കാട്ടിലേക്കാണ് വരുന്നത്, ആ തോട്ടത്തിലേക്കാണ് വരുന്നത്. അപ്പോൾ അതൊക്കെ അവർക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഈ ബുദ്ധിമുട്ടൊക്കെ ശരിയാക്കണമെങ്കിലും നേരത്തെ വേഗം തന്നെ ഈ പാലം കെട്ടിച്ചു തരണമെന്ന് ഞങ്ങൾ ഇത് പറയുന്നുണ്ട്. തകർന്ന പാലത്തിന് പകരം പുതിയ പാലം നിർമ്മിക്കുമെന്നും തുക അനുവദിച്ചുമെന്നുമൊക്കെയുള്ള പ്രഖ്യാപനങ്ങൾ മുമ്പുണ്ടായി. പക്ഷേ നിർമ്മാണ കാര്യത്തിൽ മാത്രം പുരോഗതി ഉണ്ടായില്ലെന്ന ആക്ഷേപമാണ് ഉയരുന്നത്. കിലോമീറ്ററുകൾ ചുറ്റി സഞ്ചരിക്കാൻ തങ്ങൾക്ക് അധിക തുകയും സമയവും ചിലവാക്കേണ്ടി വരുന്നുവെന്ന പരാതിയും പ്രദേശവാസികൾക്കുണ്ട്. തകർന്ന പാലം പുനർനിർമ്മിക്കാൻ നടപടി ഉണ്ടാകണമെന്ന ആവശ്യം ഈ പാലത്തെ ആശ്രയിച്ച് യാത്ര നടത്തിയിരുന്നവർ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, അടിമാലി.